കാര്യം 2 സോഡായി എളുപ്പം ഇങ്ങട് ഗ്ലാസ്. എന്താണടേ നിനക്കൊരു മരണ വെപ്രാളോ? ഒഴിക്കട്ടെ. എന്താ നിനക്ക് ഇത്ര ആക്രാന്തം? നിന്ന് നിപ്പിൽ ഇയാൾ അടിക്കാറില്ലല്ലോ. ഓ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. മുതുവാതിരിക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തണ്ടേ? ഇരുട്ടുവാക്കിനെങ്ങാനും ആ കേശവന്റെ കൈ ചെന്ന് പെടണ്ട. ഒരു കാലും കൂടി അടിച്ച് വേഗം പൊയ്ക്കോ. പോടാ ഇനി അവൻ എന്റെ മുമ്പിൽ വരണമെങ്കിൽ 7 ജന്മം ജനിക്കണം. എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട് വേണ്ടായിരുന്നു. സൂത്രത്തിൽ 2 പൊട്ടിക്കാനുള്ളതിന് പകരം ഇനി അവൻ വെറുതെ ഇരിക്കുവോ? അല്ല മൂർഖമ്പാമ്പിനെ നോവിച്ചാ പേടിക്കണം. ഇവൻ വെറും നീർക്കോലി. പോകാൻ പറയായിരുന്നു. അത്താഴം മുടക്കാൻ ഇവൻ മതി. കാലട് ഒരു സോഡയും. आज किलिंग कुलिंग कुछ होने वाला लगता है. किलिंग सीन्स. ब्रो दारू पीना बंद कर भाई. थोड़ा होश में रहना फाइट के लिए. क्या कह रहा है? ചേച്ചി എന്നാ പണിയാ കാണിച്ചേ? എനിക്ക് പഠിക്കണ്ടേ? നിന്നോട് ആരാ ഇവിടെ വന്നിരുന്ന് പഠിക്കാൻ പറഞ്ഞേ? എനിക്ക് തേക്കണ്ടേ? മതി എന്റെ മോളെ. നീ ഇപ്പം വടി പോലെ തേച്ചു വെച്ചാലും 5 മിനിറ്റ് ചാച്ചൻ ജീപ്പ് ഓടിച്ചു കഴിയുമ്പം പഴം തുണി പോലെ ആവും. നിനക്ക് അങ്ങോട്ട് പറയാൻ മേലേ? എന്നാടി? അവനും വരണമെന്ന് ചാച്ചന്റെ കൂടെ. അയ്യോ വയനാട്ടിലോ? കൊള്ളാം. ഇന്നിപ്പോ മുതലാളി കാണും, ചിലപ്പോ അങ്ങനെ അളിയൻ കാണും. പള്ളിക്കൂടെ അടയ്ക്കുമ്പോ നമുക്കൊരു ടൂർ പോവാം കേട്ടോ. മാനന്തവാടി, തൃശ്ശിലേരി, സുൽത്താൻ ബത്തേരി, പക്ഷിപാതാളം. ചുമ്മാ പറയത്തേ ഉള്ളൂ. നല്ലൊരു കോതേ ഉറപ്പാ. പക്ഷെ ഒരു കാര്യം, എല്ലാരും കൊണ്ട് നോക്കിയേ, പരീക്ഷയ്ക്ക് വയറു നിറച്ച് മാർക്ക് വാങ്ങിച്ചോണം. ഞാൻ അല്ലേലും ക്ലാസ്സിൽ ഫസ്റ്റാ. ഇവനാ പൊട്ട. അത് വേണ്ട, അവനെ തൊട്ടുള്ള കളി വേണ്ട കേട്ടോ മക്കളെ. ഒന്ന് പുറത്തോട്ട് വന്നേ, സമയായി. വരുന്നു. कुछ कर ना दे भाई. ये जा तो रहा है लेकिन അടയ്ക്കില്ലേ? ഇതും കൂടെ. എന്നാ അത്? കാച്ചി എണ്ണയാ. അതൊന്നും വേണ്ടെന്നേ. തട്ടി തൂവി ഷർട്ടും മുണ്ടും അപ്പടി ചീത്തയാവും. ഒന്നും പറ്റത്തില്ല. കണ്ണി കണ്ട എണ്ണയൊക്കെ തലേ തേച്ചിട്ടാ കഴിഞ്ഞ തവണ ഒരാഴ്ച പനി പിടിച്ച് കിടന്നത്. स्पॉइल नहीं हो जाएगा क्या? वो तेल ജോണി, यूज हो रहा है. 2-3 ദിവസം ജോണി ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ. ഇപ്പൊ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. മുമ്പത്തെ പോലല്ല ജോണി. എനിക്ക് വല്ലാത്തൊരു പേടി. ആ കേശവന്റെ കാര്യം ഓർത്തിട്ടെ. അവന്റെ ആപ്പീസ് ഞാൻ പൂട്ടിച്ചില്ലേ. ഇനി അവൻ ഈ ഭാഗത്ത് കാലൂത്തിയല്ല. ഞാൻ ദൂരയാത്ര പോവാന്ന് ആരോടും പറയണ്ട. പിള്ളേരോടും പറഞ്ഞത് കേട്ടോ. പിന്നെ ഞങ്ങളാരും ചോദിക്കാനും പറയാനും ഇല്ലാന്ന് വിചാരിച്ചിട്ട് കണ്ടമാനം കുടിക്കരുത്. അയ്യോ കുടിക്കാനോ? മുതലാളി ഉള്ളപ്പോഴോ? നല്ല കൂത്തായി. 10 കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിൽ മുതലാളി മണം പിടിക്കും. നിന്റെ മൂക്കൊക്കെ എന്തോന്ന് മൂക്ക്. ഇല്ല മോളെ, ഞാൻ സൂക്ഷിച്ചോളാം. ജീരവെള്ളം. മക്കളെ एक्चुअली मुझे है ना दारू की बोतल. बोतल तो वैसी दिख रही है और उसका कलर भी देखो कैसा है. जीरा का पानी भाई हम भी पीते भाई. नानी पिलाती है. अच्छा रहता है, मजा आता है. ചാച്ചന് ടാറ്റ പറ. बेटे तू किधर जा रहा है? പതുക്കെ പോ ചാച്ചാ. ചാച്ചനും തോപ്പിക്കാൻ പോയിക്കോ. सीधा देखे चलाओ. മക്കളെ തിരിച്ചു വയ്ക്കോ. बेचारा कुछ बच्चे को ना हो जाए. घर जा बेटा.
भाई बच्चे को कुछ किया है ना भाई। ഓ ഓ भाई ये बड़ा बड़ा गंदा बंदा है ये, बड़ा गंदा सा माफिया सा क्या। भाई वो जल्दी को चला, पता तो कुछ तो होगा, बच्चे के साथ ही होगा। जल्दी जा, जल्दी भगा 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 भाई। Are you serious, brother? Oh. क्या हो गया? I don't think you മോനെ could എങ്ങനെ? match होगा. പുറമേ ഫ്രാക്ചർ ഒന്നും ഇല്ല. തലക്കുള്ളിൽ വല്ല ഇഞ്ചുറി ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. Oh God. Inside head. बाप रे, सीरियस प्रॉब्लम। मुझे लगा था इंटरनल ब्लीडिंग होगी। अलग तरीके से हुआ। ऐसे ही होता ब्लड टेस्ट। ഓക്കെ, എ പോസിറ്റീവ് ആണ്. കുറച്ചുകൂടി ബ്ലഡ് എടുക്കണം. ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാനാ. अरे थैंक गॉड यार, मिल गया। वही मुझे तो यकीन नहीं हो रहा है। इतना इंटेंस क्यों है लेकिन? തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞിട്ട് മതി. ശരി. क्या हो गया? ആരാണ് ഈ ആനി? കുട്ടിയുടെ അമ്മയാണ്. ആ, ഏതായാലും എമർജൻസി അല്ലല്ലോ. ബ്ലഡ് പുറമേന്ന് അറേഞ്ച് ചെയ്യാൻ പറയും. ശരി. സിസ്റ്റർ, കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. വേണമെങ്കിൽ ചീഫ് ടെക്നീഷ്യനെ വിളിച്ചോളൂ. യെസ്. മോനെ, अरे भाई ये तो നല്ല ट्रॉमा में വേദനയുണ്ടോ? चला। എന്താ പറ്റിയമ്മേ? ഒന്നുമില്ല മോനെ. ഇവരിങ്ങനെ ബഹളം വെക്കാതെ ഒന്ന് പറയൂ ഫാദർ. ആ ബഹളം വെക്കരുത്, ബഹളം വെക്കരുത്. അവര് കുഴപ്പമൊന്നുമില്ലല്ലോ. ദേ കണ്ടോ, ചിരിച്ചോണ്ടല്ലേ കിടക്കുന്നത്. ലേശം പനി यार കേട്ടോ. आए नहीं, പനി. अच्छा ഇത് കുറച്ച് भाई പാലാ. यार तो നല്ലോണം ആച്ചിട്ട് मैं ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. കരയരുത്, കരയരുത്, കരയാൻ പാടില്ല. മോനു കരല്ലേ. ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ് ഫാദർ. ഇരിക്കൂ. കാലത്ത് ആ ആക്സിഡന്റ് പറ്റിയ കുട്ടി ടോണി കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും? क्या प्रॉब्लम है? കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഹെഡ് ഇഞ്ചുറി ഒന്നുമില്ല. ഹീൽ ബി ഓൾ റൈറ്റ്. താങ്ക് ഗോഡ്. Okay. ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അതാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്. സിസ്റ്റർ, കുട്ടിയുടെ അമ്മയില്ലേ ആനി, ഒന്ന് വരാൻ പറയൂ. ശരി ഡോക്ടർ. ഈ ഫാമിലിയെ ഫാദറിന് എങ്ങനെ അറിയാം? ഞങ്ങളുടെ ഓർഫനയിലായിരുന്നു രണ്ടുപേരും, ആനിയും ജോണിയും. ലവ് മാരേജാ. ആനിക്ക് സെമിനാരിയിലെ കുട്ടികളെ വയലിൻ പഠിപ്പിക്കുന്ന ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ജോണി മലനാട് പ്ലാന്റേഷൻസിൽ ഡ്രൈവറാ. ആ, വരൂ. കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് തലവേദന, പനി ഒക്കെ വരാറുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഈ ആക്സിഡന്റിന് ശേഷം നോ, ഐ എം ആസ്കിംഗ് അബൌട്ട് യു. എനിക്കോ? മൂക്കിൽ നിന്നും സാധാരണ ബ്ലഡ് വരിക, അങ്ങനെ എന്തെങ്കിലും? ഓ, 2-3 തവണ അങ്ങനെ ഉണ്ടായി. ഡിസ്പെൻസറിയിൽ നിന്ന് പറഞ്ഞത് സൈനസൈറ്റിസിന്റെ ആണെന്നാ. ഒരു തരം വല്ലാത്ത തലവേദന എന്ന് വെച്ചാൽ യൂഷ്വൽ അല്ല, ഇങ്ങനെ അകത്തു വന്ന് സ്ക്വീസ് ചെയ്യുന്ന മാതിരി? ഇടയ്ക്കിടയ്ക്ക് വരും. ഈ ചെന്നിക്കുത്ത് പോലെ. എന്തെങ്കിലും മരുന്ന് കഴിക്കും, അപ്പൊ തന്നെ മാറുകയും ചെയ്യും. Oh God, कुछ है क्या? भाई सारी चीजें मैच क्यों हो रही എന്താ है? ഡോക്ടറെ? ഒന്നുമില്ല. മിസ്സിസ് ആനി ഒരു 5 മിനിറ്റ് പുറത്തിരിക്കുമോ? अरे बता दे क्या हो रहा है? ये सस्पेंस क्यों हो रहा है? आई एम अल्लाह, गेटिंग फ्रस्ट्रेटेड नाउ। എനിക്ക് മനസ്സിലായില്ല. കുട്ടിക്കല്ലേ ആക്സിഡന്റ് പറ്റിയത്, അതിന് അമ്മയെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണോ? അതല്ല ഫാദർ, കുട്ടിക്ക് വേണ്ടിയാണ് അവരുടെ ബ്ലഡ് എടുത്തത്. ആദ്യം ഒരു സംശയം തോന്നി, അത് റീകൺഫേം ചെയ്തു. ഐ വാസ് ഗോയിങ് ത്രൂ ദി ലാബ് റിപ്പോർട്ട്സ്. हमें भी तो बताओ।
ഫാദർ, ഡോക്ടർ എന്താ പറഞ്ഞത്? എന്താ ഫാദർ? बता जूनी। भी दो। ജോണി എന്ന് വരും. 2 ദിവസം अरे കഴിയും. बताओ यार എന്താ? Shit. इसको कुछ कैंसर होगा मे बी हो सकता है मैं वो ब्लड से ही पता चलता है ना कैंसर तो बहुत अलग अलग चीजें बीमारी पता चलती है ब्लड से ब्लड टेस्ट करवाना चाहिए यार इसलिए हर महीने इफ यू आर फाइन और എന്താ अगर അച്ഛാ? बीमार भी हो तो भी എന്നെ എന്താ Why മറച്ചു don't പിടിക്കാൻ you tell ശ്രമിക്കുന്നത്? her यार क्या प्रॉब्लम क्या है अगर रेडी എന്റെ तो हो जाए മോന് വല്ല बंदी क्या है കുഴപ്പമുണ്ടോ? ഏയ്, नहीं he's all right. പിന്നെ പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞത്? ആനി ഏതായാലും കുറച്ച് റെസ്റ്റ് ചെയ്യണം. ഞാനോ? എന്തിന്? എനിക്ക് അങ്ങനെ അസുഖമൊന്നുമില്ലല്ലോ. ആ, അങ്ങനെയല്ല, ഈ ഡോക്ടർമാര് പറയുന്നത് അങ്ങനെ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ അഡ്വൈസ് ചോദിക്കാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും എന്നോട് തുറന്നു പറയണം. यस ഈ പ്രായത്തിൽ ഒരുപാട് അനുഭവിച്ചവളാ ഞാൻ. എന്തും താങ്ങാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. एग्जैक्टली എന്താ भाई അച്ഛാ? ग्रेट परफॉर्मेंस बाय नेडो मैडो मैडो सर यार क्या बोलूं मैं उनको लग रहा है कि डॉक्टर बोलना बताएंगे। चाहिए लेकिन ടെസ്റ്റ് नहीं भी बोल ചെയ്തപ്പോ रहे ആനിയുടെ ബ്ലഡിൽ ഈ വൈറ്റ് കോർപ്പസൽസിന്റെ കൗണ്ട് വളരെ കൂടുതലാണെന്നാ. ओ അതിന് മരുന്ന് കഴിച്ചാൽ മാറില്ലേ? മരുന്ന് കഴിച്ചാൽ കുറച്ച് പഴകിപ്പോയതുകൊണ്ട് ചീത്തയാകുന്ന ബ്ലഡ് മാറ്റി പുതിയ ബ്ലഡ്, ഈ ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ പറയുന്ന हाँ यस न्यू ब्लड रिप्लेस ब्लैक ब्लड അതല്ലാതെ വേറൊന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ പറയുന്നു. कैंसर ही है एक तरीके से എന്റെ കർത്താവേ, ആനി, തളർന്നു പോകരുത്. മനസ്സിന്റെ ശക്തി ചോർന്നു പോകാൻ സമ്മതിക്കരുത്. ആയുസ് നീട്ടിക്കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ओ गॉड इंटरवल But then